ക്രിമിനൽസൊക്കെ കൊലപാതകങ്ങൾ ചെയ്തിട്ട് രക്ഷപ്പെടാൻ വേണ്ടി രാഷ്ട്രീയ നേതാക്കന്മാരായി മാറുന്നു. പക്ഷെ ഒന്നും ചെയ്യാത്ത എന്നെ കൊണ്ടുപോയി തല്ലി ചതച്ച് തേജോവധം ചെയ്ത് ക്രിമിനൽ എന്ന് മുദ്രകുത്തി കോടതിയിലെത്തിച്ചു. IPC 420. നന്നായി കഥ. എന്താ എവിടെ പോയിരിക്കായിരുന്നു നിങ്ങള്? 3 ദിവസമായിട്ട് ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചോന്നറിയോ? അന്വേഷിക്കാൻ ഇനി ഒരിടവും ബാക്കി ഉണ്ടായിരുന്നില്ല. ഞാൻ എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിക്കെങ്കിലും ചെയ്തോ? നിങ്ങൾ പോയിരിക്കായിരുന്നു. അച്ഛാ, എന്തിനാ മോനെ നീ ഇങ്ങനെ ചിരിക്കുന്നേ? ഞാൻ സത്യം പറഞ്ഞതാ, മാത്തൂര് വരെ പോയതാ. ഇപ്പൊ ലോയർ ശിവകുമാർ വിളിച്ചു വെച്ചതേ ഉള്ളൂ. പോക്കറ്റടി കേസിൽ പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് 3 ദിവസം അകത്തിട്ട് ചവിട്ടി കൂട്ടി ഇപ്പൊ കോടതിയും കയറി ഇറങ്ങിയിട്ടാ വരവ്. എന്താ മോളെ ഇത്? ഇവൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? കണ്ടില്ലേ, പോലീസുകാര് തല്ലിച്ചതച്ചത് അറിയാതിരിക്കാൻ വേണ്ടി വരുന്ന വഴി കടയിൽ കയറി പുതിയ ഡ്രസ്സും വാങ്ങി അത് വിട്ടോണ്ടാ വരവ്. അതെ, ഏത് സമയം എന്റെ അച്ഛനെ ഓരോന്ന് പറയുന്നാണല്ലോ നിങ്ങൾക്ക് ജോലി. കുറച്ചേരം വായടച്ചിരിക്കാൻ പറ്റോ? എന്തായിട്ടാ ഇത്? ഇങ്ങനെ ഒരു മയം ഇല്ലാതെ തല്ലാൻ മാത്രം. അയ്യോ, നിങ്ങൾ എന്താ ചെയ്ത്? രുക്മിണി, മലയുടെ മുകളിൽ ഒരു അമ്പലം ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ ദർശനം ചെയ്യാൻ 2 വഴിയുണ്ട്. ഒന്ന് സുഖമായി AC കാറിൽ മുകളിലേക്ക് പോയി എളുപ്പത്തിൽ പെട്ടെന്ന് ദർശനം നടത്തിയിട്ട് സുഖമായി തിരിച്ചു വരാം. അതല്ലെങ്കിൽ നടന്ന് മലയുടെ മുകളിൽ കയറി 2 മണിക്കൂറോളം ക്യൂവിൽ നിന്ന് കഷ്ടപ്പെട്ട് ദർശനം നടത്തിയിട്ട് വരാം. നടന്നു പോവുകയാണെങ്കിൽ കല്ലും മുള്ളും ഒക്കെ കാലിൽ കുത്തും. അങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്തിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? വടച്ചെന്നൈ പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷൻ SI ഭൈരവി കമ്മീഷണറുടെ ഉത്തരവിൽ തന്റെ ഔദ്യോഗിക പദവിയിൽ നിന്നും സസ്പെൻഡ് ആയിരിക്കുന്നു. ഈ വിജയമാണ് ഈ മുറിവുകൾക്കുള്ള മരുന്ന്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്റെ വായ അടപ്പിക്കുക അല്ലേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ ജീവിക്കുന്നതെന്ന് മറക്കരുത് നിങ്ങള്. ഇമോഷൻ ആവാതെ. ചേച്ചി, അച്ഛനവിടെ? അച്ഛനകത്തുണ്ട്. ഗാന്ധി ദേശമേ കാതില്ലയോ, നീതിപീഠമേ ന്യായമില്ലയോ. തകരപ്പാട്ട് നിലത്തിട്ട് ഉരുട്ടുന്ന പോലത്തെ ശബ്ദമാ. അതും വെച്ച് പാട്ടും പാടുന്നു. ഇവിടെ ഗാന്ധിദേശവും ഇല്ല, നീതിപീഠവും ഇല്ല. സാധാരണക്കാരായ ജനങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളും ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അത് കൊള്ളാലോ. കേട്ടില്ലേ മോളെ, എന്റെ വൈഫ് പൊളിറ്റിക്സ് ഒക്കെ സംസാരിക്കുന്നത്? ഒരു കാര്യം ചെയ്, ഒരു പാർട്ടി ആരംഭിച്ച് നേതാവാകെ. മുത്തശ്ശൻ അടി വാങ്ങിട്ട് വന്നത് എനിക്ക് തീരെ ഇഷ്ടായില്ല. എന്റെ മുത്തശ്ശനെ പോലെ ആകും മുത്തശ്ശ. തെറ്റ് ചെയ്യുന്നവരുടെ എല്ലാ കഴുത്തിലെ കുത്തി അവരെ കൊന്നാളിലേക്ക്. അതെ, വണ്ടി കുറച്ച് പുറകോട്ട് എടുത്തേ. ലൈനിൽ കയറ്റിയാണോ നിർത്തുന്നത്? മിനിസ്റ്ററുടെ വണ്ടിയാണോ? മിനിസ്റ്ററുടെ വണ്ടിയാണോ? എന്താ കാര്യം? മന്ത്രി തന്നെ നിയമം പാലിച്ചില്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെ പാലിക്കും? മനസ്സിലാക്കില്ല. ഇതാണ് ട്രാഫിക് രാമസ്വാമി. ഓ, ആ ശല്യമാണോ? ആ ശരി, വണ്ടി പുറകിലേക്ക് പുറകോട്ട് പോ. ആ, പുറകോട്ട് പോ. ഓക്കെ. ഗതാഗത നിയമങ്ങൾ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർക്ക് ഒന്ന് തന്നെയാണ്, പിച്ചക്കാരനും ഒന്ന് തന്നെയാണ്. ആ ഒരു വിവരം പോലും ഇവനൊന്നുമില്ലല്ലോ.
വീട്ടിലുള്ള SI ഭൈരവി ഇന്നലെ രാത്രി അപരിചിതരാൽ തലയറക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. രാവിലെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നാണ് അവരുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. കൊല ചെയ്യാനുള്ള കാരണവും കൊലയാളികളെ പോലീസ് സംഘം അന്വേഷിച്ചു വരികയാണ്. അർച്ചനയ്ക്കുള്ള കുറച്ച് പൂ തരും. ഒന്ന് വിളിക്ക് സാറേ. ദുരന്തങ്ങളിലെ ഏറ്റവും വലിയ ദുരന്തം ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവ് മരണപ്പെടുന്നതാ. സാർ, ഗുഡ് മോർണിംഗ് സാർ. ആ വാടോ, എന്താ കാര്യം വീരസ്വാമി? എന്റെ മുത്തശ്ശന്റെ പേര് വീരസ്വാമി എന്നല്ല, രാമസ്വാമി. ട്രാഫിക് രാമസ്വാമി. ഏയ്, എന്താടോ കാര്യം? ഒരു കംപ്ലൈന്റ്. എന്താണാവോ കംപ്ലൈന്റ്? അതെന്താ വായിക്കാൻ അറിയില്ലേ? ഉള്ള കേസ് തീർക്കാൻ പറ്റുന്നില്ല, അതിനിടയിൽ ഇങ്ങനെ ഓരോന്ന് കെട്ടിയെടുത്തോളൂ. ഹലോ, ഞാനെന്താ വല്ല ഷുഗർ പേഷ്യന്റാ? ഇതിൽ മധുരമില്ല, പോയി മധുരട്ടുണ്ടോ? പറഞ്ഞോളൂ. എടോ, വെറുതെ എങ്ങനെ വിളിച്ച് മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ? ഇവിടെ തിരക്കണ്ടോ? ഫോണ്. എടോ, ഞാനത് പിന്നെ വിളിച്ച് പറയാ. ഇവിടെ അല്ലെങ്കിൽ ഓരോ ശല്യങ്ങൾ കയറി വന്നിരിക്കേ, വെച്ചിട്ട് പോ. സാർ, കുറച്ചു മുമ്പ് സൈക്കിൾ റിക്ഷ അടിച്ച് ഒരു ചെറുപ്പക്കാരൻ റോഡിൽ മരണപ്പെട്ടു. അത് കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റിയില്ല. എൻ്റെ അനിയനാ? എന്താ, എന്റെ അനിയനാണെങ്കിൽ മാത്രമേ ആക്ഷൻ എടുക്കുള്ളൂ. ആ ചെറുപ്പക്കാരുടെ ഭാര്യ റോഡിൽ കിടന്ന് കരഞ്ഞു. ഞങ്ങൾക്കപ്പ കുടുംബമൊന്നുമില്ലേ? സാർ ആക്ഷൻ എടുക്കുന്നുണ്ടോ ഇല്ലയോ? അത് ഞാൻ നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. താമസിക്കോ സാർ, എനിക്കൊരു കാപ്പി കിട്ടിയാ കൊള്ളാം. കണ്ടില്ലേ, എൻ്റെ ഒരു കാപ്പിയല്ലേ ഉള്ളൂ, അതിപ്പോ ഞാൻ കുടിച്ചു പോയില്ലേ. നിങ്ങൾ എവിടുത്തെ പോലീസാ? എന്റെ മുത്തശ്ശ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോ നിങ്ങൾ കോമഡി കാണിക്കല്ലേ? സാർ, ഞാനിപ്പോ തന്ന ഈ കംപ്ലൈന്റിന് എനിക്ക് എന്തെങ്കിലും ഒരു പ്രൂഫ് വേണം. പ്രൂഫല്ലേ വേണ്ടേ? ഇതിനേക്കാളും വലിയ പ്രൂഫ് ഉണ്ടാവില്ല. ഓക്കെ,